ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചു തീർത്തു. ഈ ആഴ്ച നമ്മൾ പഠിച്ചു തീർത്തു കഴിഞ്ഞ ക്ലാസ്സിൽ. തുടർന്ന് പഠിച്ചു തീർത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നാം പഠിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രയോഗം തന്നെ തെറ്റായിട്ടുള്ള ഒരു പ്രയോഗമാണ്. നമുക്ക് ദൈവം തന്ന വെളിച്ചം അത് നമ്മൾ പങ്കുവെച്ചു. അതിനപ്പുറം നാം വീണ്ടും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നതാണ്. നാം ദൈവസന്നിധിയിൽ അനുസരണമുള്ളവരായിട്ട് ജീവിക്കുമ്പോൾ, കൂടുതൽ കൂടുതൽ അനുസരിക്കുമ്പോൾ ദൈവജനത്തിലെ സത്യങ്ങളെ കൂടുതൽ കൂടുതൽ നമുക്ക് വെളിപ്പെടുത്തി തരും. തുടർന്ന് നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം നമുക്ക് പഠിക്കാം എന്ന് വിചാരിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം പണ്ട് നാം ഒന്ന് പഠിച്ചതാണ്. എങ്കിലും നാം വീണ്ടും അത് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൗലോസ് അപ്പോസ്തലനാണ് കൊലോസ്യർക്ക് ലേഖനം എഴുതുന്നത്. കൊലോസ്യ എന്ന് പറഞ്ഞാൽ അത് ഏഷ്യ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഏഷ്യ മൈനർ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത്, ഇന്നത്തെ തുർക്കി ഇരിക്കുന്നതായിട്ടുള്ള ഭാഗം, അവിടെയാണ് കൊലോസ്യ എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണം ഉണ്ടായിരുന്നത്. ഒരു ചെറിയ സ്ഥലം മാത്രമാണ്, ഒരു വലിയ പേരുകേട്ട പട്ടണമോ അങ്ങനെയൊന്നും ആയിരുന്നില്ല കൊലോസ്യ എന്ന് പറയുന്ന പട്ടണം. പൗലോസ് അപ്പോസ്തലൻ അവിടെ പ്രവർത്തിച്ചുണ്ടായതായിട്ടുള്ളൊരു സഭയല്ല. എന്നാൽ എഫെസോസിലെ പൗലോസ് അപ്പോസ്തലന്റെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടായ സഭയിലെ ഒരംഗമായിരുന്ന എപ്പഫ്രാസ് എന്ന് പറയുന്നതായ ഒരു സഹോദരനാണ് ഈ കൊലോസ്യ എന്ന് പറയുന്ന ചെറുപട്ടണത്തിൽ പോയി സുവിശേഷം അറിയിക്കുകയും ദൈവവചനം പഠിപ്പിക്കുകയും അങ്ങനെ അവിടെ ഒരു സഭ ഉണ്ടാകുകയും ചെയ്തത്. അതിനെക്കുറിച്ചുള്ളൊരു സൂചന നമുക്ക് 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എഫെസോസിലെ സഭയിൽ നിന്നും പൗലോസ് അപ്പോസ്തലന്റെ കൂട്ടുവേലക്കാരനായി, സഹഭൃത്യനായി, സഹപ്രവർത്തകനായി തനിക്ക് ലഭിച്ചതായിട്ടുള്ള വ്യക്തിയാണ് എപ്പഫ്രാസ്. പിന്നെ ഇത് ഈ ലേഖനം എഴുതുന്നത് പൗലോസ് റോമയിലെ ജയിലിൽ നിന്നുകൊണ്ടാണ്. 60-62 AD 60-62 കാലഘട്ടങ്ങളിലാണ് ഈ ലേഖനം എഴുതിയതായിട്ട് നാം അതിൻ്റെ കാലക്രമം വെച്ച് നോക്കി മനസ്സിലാക്കുന്നത്. ഈ ലേഖനം എഴുതുവാനായിട്ടുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത്, എപ്പഫ്രാസ് ഈ കൊലോസ്യ സഭയിൽ നിന്നും പൗലോസ് അപ്പോസ്തലന്റെ അടുക്കിലേക്ക് കൊലോസ്യ സഭയെക്കുറിച്ച് ചില വിവരണങ്ങൾ അറിയിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. നല്ല കാര്യങ്ങളും എപ്പഫ്രാസ് ഈ കൊലോസ്യ സഭയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള ചില ഭയങ്ങളും ഭാരങ്ങളും ഈ സഭയെ സംബന്ധിച്ച് എപ്പഫ്രാസ് പൗലോസ് അപ്പോസ്തലനോട് അറിയിച്ചിട്ടുണ്ട്. നല്ല വാർത്ത എന്ന് പറയുന്നത് അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അവരുടെ വിശ്വാസവും അതുപോലെ തന്നെ അവരുടെ സ്നേഹവും. ഈ വിശ്വാസവും സ്നേഹവും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നാം പല പ്രാവശ്യം ഈ ലേഖനങ്ങളൊക്കെ പഠിച്ചപ്പോൾ നാം അത് ചിന്തിച്ചതാണ്. ഒരു നാണയത്തിൻ്റെ ഇരുപുറവും എന്ന പോലെ ആണ് ഒരു വിശ്വാസിയുടെ വിശ്വാസവും സ്നേഹവും ഇരിക്കുന്നത്. ഇത് തമ്മിൽ വേർതിരിക്കുവാനായിട്ട് കഴിയുകയില്ല. യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസമാണ് ഒരാളിൽ ഉളവായിരിക്കുന്നതെങ്കിൽ സ്നേഹം തീർച്ചയായിട്ടും അതിൽ ഉണ്ടാകും എന്നുള്ളത് നാം പല പ്രാവശ്യം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ തെറ്റായ ചില ഉപദേശങ്ങൾ, ചില കാഴ്ചപ്പാടുകൾ ഈ സഭയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണ് അങ്ങനെയുള്ള സാഹചര്യം എന്നുള്ളത് ഈ ലേഖനം വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും 3
തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അന്ന് ആ സഭയിലേക്ക് കടന്നു വന്നിരുന്നത്. അവരെ അങ്ങനെ അത് ഏറെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സ്വാധീനിക്കത്തക്ക ഒരു അവസ്ഥയിലേക്ക് ആ സഭയിൽ വന്നു. അന്ന് യഹൂദന്മാര് ആ പ്രദേശത്തെല്ലാം അങ്ങനെ ചിതറിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സുവിശേഷം പറയുവാൻ പോകുമ്പോൾ മിക്കവാറും എല്ലാ സഭകളിലും ഭൂരിപക്ഷമോ അല്ലെങ്കിൽ ന്യൂനപക്ഷമോ ആയി യഹൂദന്മാരുണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇവിടെയും അങ്ങനെ യഹൂദന്മാരുടെ അല്ലെങ്കിൽ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്നതായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യഹൂദ വിശ്വാസങ്ങളും അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഈ സഭയുടെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവര് ശ്രമിച്ചിരുന്നു. അതാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം. അതായത് യഹൂദ പാരമ്പര്യ വിശ്വാസങ്ങൾ കൂടി സഭയുടെ വിശ്വാസത്തിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്ന ഒരു കാര്യം യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ളതായിട്ട് ആളുകൾക്കുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച സൂചന നമുക്ക് 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ലഭിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബ്ബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. അപ്പോൾ നമുക്കറിയാം, യഹൂദന്മാർക്ക് ഈ വക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ശബ്ബത്തുണ്ടായിരുന്നു, പെരുന്നാളുകൾ ഉണ്ടായിരുന്നു, ഭക്ഷണപാനീയങ്ങളെ സംബന്ധിക്കുന്നതായിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ നിബന്ധനകൾ അവർക്കുണ്ടായിരുന്നു. അത് സഭയുടെ ക്രമീകരണത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അത്തരം ആളുകൾ ശ്രമിച്ചു. അതിനെതിരെ ഉള്ള ഒരു ഉപദേശമാണ് പൗലോസ് ഈ ലേഖനത്തിലൂടെ അവർക്ക് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത് ആ സഭയിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഗ്രീക്ക് തത്വശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വാധീനം അവർക്ക് വന്നിരുന്നു. കാരണം ഗ്രീക്ക് സാമ്രാജ്യം ലോകത്ത് വന്നിരുന്നുവല്ലോ, അതിൻ്റെ ഒരു സ്വാധീനം. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് ഭാഷയും ഗ്രീക്ക് തത്വശാസ്ത്രവും അന്നറിയപ്പെട്ടിരുന്നതായിട്ടുള്ള ആ ലോകത്തൊക്കെ അതിൻ്റെ സ്വാധീനമുണ്ടായിരുന്നു. അത് സ്വാഭാവികമായും ഈ പ്രദേശത്തുള്ള ആളുകളെയും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതായിട്ടുള്ള ആളുകൾ പലരും അത്തരം പശ്ചാത്തലങ്ങളുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തത്വശാസ്ത്രമൊക്കെ സഭയിൽ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചു എന്നുള്ളതിന് സൂചനയും നമുക്ക് ഈ ലേഖനത്തിൽ കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഈ സന്യാസം, വ്രതം, ആധ്യാത്മിക സന്യാസം, വ്രതം പോലെയുള്ളതായ ചില വിശ്വാസങ്ങൾ. അത് പ്രത്യേകിച്ച് ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതും അതിൻ്റെ ഒരു സ്വാധീനവും കൊലോസിയിലെ സഭയുടെ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ സഭയിലേക്ക് കടന്നു വരുവാനായിട്ട് ശ്രമിച്ചു. അതിനെക്കുറിച്ച് 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്: താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ആരും നിങ്ങളെ വഴിതെറ്റിക്കരുത്. അപ്പോൾ നമുക്ക് ഈ 3 വിഭാഗം ആളുകളുടെയും സഭയിലുള്ള തെറ്റായിട്ടുള്ള സ്വാധീനത്തെ പൗലോസ് അപ്പോസ്തലൻ തടയുന്നത് അല്ലെങ്കിൽ അത് സംബന്ധിക്കുന്നതായിട്ടുള്ള ഉപദേശം സഭയ്ക്ക് കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരാൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ഒരു സഭയിൽ അംഗമായി തീർന്നാൽ തീർച്ചയായിട്ടും അവരുടെ പശ്ചാത്തലങ്ങൾ അവരുടെ മുമ്പോട്ടുള്ള ജീവിതങ്ങളെയും സഭയിലുള്ള അവരുടെ പ്രവർത്തനങ്ങളെയും വളരെയേറെ സ്വാധീനിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്.
നമുക്കെല്ലാവർക്കും അറിയാം, നാം ജനിച്ച് വളർന്നതായിട്ടുള്ള നമ്മളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, നാം അംഗമായിരുന്ന സഭകളോ അതല്ല എങ്കിൽ മതങ്ങളോ ഒക്കെ നമ്മളുടെ മേൽ വലിയ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് ഉണ്ട്. നമ്മളുടെ വ്യക്തിത്വം, നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത് അത്തരം വിവിധങ്ങളായിട്ടുള്ള സ്വാധീനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമ്മളുടെ പഴയ ഒന്നുമായിട്ട് നമുക്ക് അങ്ങോട്ട് വരുവാനായിട്ട് കഴിയുകയില്ല. ഈ പൂർണ്ണമായി ഒരു പുതിയ ജീവിതമാണ് കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുകയും പഴയതിനെ എല്ലാം നിഷേധിക്കുവാനും കഴിയുന്ന ആളുകൾക്ക് മാത്രമേ വിജയകരമായ, ഫലകരമായ ഒരു ക്രിസ്തീയ വിശ്വാസം സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ തുടക്കത്തിൽ ഒരു ചെറിയ വ്യത്യാസമൊക്കെയാണ് നമ്മുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ഉണ്ടാകുന്നത് എങ്കിലും കാലക്രമത്തിൽ അത് വളരെയേറെ ഒരു ദൂരത്തിലേക്ക്, അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും വളരെയേറെ ദൂരത്തിലേക്ക് പോകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് പോകുന്നതിന് പകരം ആ ദിശയിൽ നിന്നൊരല്പം മാറി നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ തുടക്കത്തിൽ അത് വലിയ വ്യത്യാസമായിട്ടൊന്നും നമുക്ക് തോന്നുകയില്ല. ഒരു ഡിഗ്രിയാണ് നമ്മൾ മാറുന്നതെങ്കിൽ പോലും തുടക്കത്തിൽ അതൊരു വലിയ മാറ്റമായിട്ട് നമുക്ക് തോന്നുകയില്ല. എന്നാൽ ഒരു 10, 20, 30 കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഡിഗ്രി വ്യത്യാസത്തിൽ തുടങ്ങിയത് കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിലേക്ക് മാറുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ദൈവവചനത്തിലെ പ്രമാണങ്ങളിൽ അത് 100% ആ പ്രമാണങ്ങളോട് നാം ചേർന്ന് നിന്നാൽ മാത്രമേ നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അന്ത്യം വരെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ആ സത്യത്തിൽ തന്നെ നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ചെറിയ ഒരു ഡീവിയേഷൻ, ചെറിയ ഒരു വ്യതിചലനം തന്നെ കാലക്രമത്തിൽ വലിയൊരു തെറ്റായിട്ടുള്ള ഉപദേശത്തിലേക്കോ കാഴ്ചപ്പാടിലേക്കോ അത് മാറിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു പശ്ചാത്തലങ്ങളും നമുക്കൊക്കെ നമ്മുടെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും കണ്ടെത്തുവാനായിട്ട് കഴിയും. അങ്ങനെയൊക്കെയാണ് ഈ തത്വജ്ഞാനം അല്ലെങ്കിൽ തത്വശാസ്ത്രം ഉണ്ടാകുന്നത്, ഫിലോസഫീസ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് മനുഷ്യന്റെ ബുദ്ധിയുടെ തലത്തിൽ അവര് മെനഞ്ഞെടുക്കുന്നതായ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തത്വജ്ഞാനവും വെറും വഞ്ചനയും എന്നാണ്. അതുകൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമല്ല. അപ്പോൾ മനുഷ്യരുടെ സമ്പ്രദായം, ലോകത്തിന്റെ ആദ്യപാഠം, ഇതൊക്കെ ക്രിസ്തുവിനൊത്തവണ്ണമല്ല. നമ്മളിന്ന് സഭായോഗത്തിൽ നമ്മൾ പഠിച്ചു, മനുഷ്യനുള്ളത് ചിന്തിക്കുന്നത് പൈശാചികമാണ്. അപ്പോൾ മനുഷ്യന്റെ സമ്പ്രദായത്തിനൊത്തവണ്ണവും ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണവുമായിട്ടുള്ള കാര്യങ്ങൾ അത് പൈശാചിക സ്വാധീനത്തിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് പല സഭകളിലും ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് ദൈവവചനത്തിലെ സത്യങ്ങളെ പറയുക എന്നുള്ളതിനേക്കാൾ അവര് വലിയ തത്വജ്ഞാനങ്ങൾ പറയുന്നതായിട്ടുള്ള ആളുകൾ ഉണ്ട്. വചനത്തിലെ പ്രമാണങ്ങളല്ല, മറിച്ച് ഏതെങ്കിലും തത്വജ്ഞാനി എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുടെ തത്വശാസ്ത്രമൊക്കെയാണ് അവർക്ക് വലുതായിട്ടിരിക്കുന്നത്. അവരെ നിയന്ത്രിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. ഇത് മനുഷ്യന്റെ സമ്പ്രദായത്തിന് ഒത്തവണ്ണവും ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് ഒത്തവണ്ണവും ആയതുകൊണ്ട് അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ തന്നെ അത്തരം കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പ്രധാനമായും മനുഷ്യന്റെ ജഡത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഉയർത്തുകയും അവന്റെ ആഗ്രഹങ്ങളെ സബലീകരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രവണതയാണ് ഈ തത്വശാസ്ത്രത്തിനൊക്കെ പൊതുവിലുള്ളത്. അതല്ല എങ്കിൽ മനുഷ്യനെ ദൈവമാക്കുന്ന അഹം ബ്രഹ്മാസ്മി, മനുഷ്യനെ ദൈവമാക്കുന്ന ഒരു പ്രവണത, അതുമല്ലെങ്കിൽ മനുഷ്യനെ ഒരു സമ്പൂർണ്ണ അധപതനം
എന്നുള്ള നിലയിൽ മനുഷ്യന്റെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല, ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മൃഗം ജീവിച്ച് ചാകുന്നത് പോലെ തന്നെയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതവും മരണവും എന്നൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം തത്വശാസ്ത്രങ്ങൾ ലോകത്തുണ്ട്. ഇതൊന്നും നമ്മെ സ്വാധീനിക്കുവാനായിട്ട് പാടില്ല. പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ മറ്റുള്ളവരെ അവരുടെ അറിവ് അവരറിവുള്ളവരാണ് എന്ന് കാണിക്കാനായിട്ടും, അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും കേൾക്കുവാൻ പൊതുവെ ഒരു താല്പര്യം ആളുകൾക്കുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ആളുകളുടെ സംസാരങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ കേൾക്കാനും അതിനാൽ സ്വാധീനിക്കപ്പെടുവാനായിട്ടുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നവരായിട്ടുള്ള ആളുകളുടെ സഭകൾ തോറും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഏത് പശ്ചാത്തലത്തിൽ നിന്നാണോ അവർ വരുന്നത്, ആ പശ്ചാത്തലത്തിൽ അവർക്ക് നല്ലത് എന്ന് തോന്നിയതോ അവരെ സ്വാധീനിച്ചിട്ടുള്ളതോ അവരെ വിശ്വസിക്കുകയും അവരവരുടെ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നതായിട്ടുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ രീതികളോ അങ്ങനെ പാരമ്പര്യമായിട്ട് അവർക്കിടെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവർ സഭയിൽ വരുമ്പോൾ അവിടെയും നടപ്പാക്കാനായിട്ട് അവർ ശ്രമിക്കും. അതും യഥാർത്ഥത്തിൽ കാര്യമല്ല. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെരുന്നാളും വാവും ശബത്തും ഒക്കെ ഭക്ഷണപാനങ്ങളുടെ നിയന്ത്രണവും ഒക്കെ കൊടുത്തത് ദൈവം തന്നെയാണ്. എന്നാൽ അതൊക്കെയും ക്രിസ്തുവിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിരുന്നു. അതിനൊക്കെ ചില ആത്മീക അർത്ഥങ്ങളായിരുന്നു. എന്നാൽ ക്രിസ്തു വരുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളും, അങ്ങനെയുള്ള എല്ലാ നിഴലായിരിക്കുന്ന കാര്യങ്ങളും മാറി പൊരുളായിരിക്കുന്ന ക്രിസ്തുവിൽ നാം ചേരുകയാണ് ചെയ്യുന്നത്. ഇവയൊക്കെ വരുവാനിരുന്നവയുടെ നിഴലത്രേ. പെരുന്നാളുകൾക്കും ശബത്ത്, വാവ്, അതുപോലെ തന്നെ ഭക്ഷണ നിയന്ത്രണ കാര്യത്തിലൊക്കെ ചില ആത്മീയമായിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവെങ്കിലേക്കാണ്. കർത്താവായ യേശുക്രിസ്തുവിലായാൽ പിന്നെ നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ട് നാം ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്, ക്രിസ്തുവിലാണ് നാം വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ മിസ്റ്റിക്കൽ അസെറ്റിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആധ്യാത്മികമായ ഉപവാസങ്ങൾ, അതല്ല എങ്കിൽ മനുഷ്യര് പൊതുവെ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവര് എവിടെയെങ്കിലും ധ്യാനത്തിന് പോവുക, ധ്യാനിച്ചിരിക്കുക, ഈ കാര്യങ്ങളൊക്കെ, അത്തരം കാര്യങ്ങളൊന്നും അതൊക്കെ സ്വന്തം ജഡമനസ്സിനാൽ വെറുതെ ചേർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും, അവര് ദൂതന്മാരെ ആരാധിക്കുന്നു, അവര് അങ്ങനെയൊക്കെ അവിവാഹിതരായി ജീവിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അവർക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് അത് അവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതും അവർ വളരെ താഴ്മയുള്ള ഒരു ജീവിതത്തിലേക്ക് അവർ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് അങ്ങനെയൊന്നുമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ അവർ സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സ്വന്തമായ ദർശനങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അവര് ഒരു ബൈബിളായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ അവര് ബൈബിളിനപ്പുറം ഒരു ആധികാരികത അവരിൽ തന്നെ സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ക്രിസ്തീയ ലോകത്ത് പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നവരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ അത് എൻ്റെ അനുഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വചനവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും പഠിപ്പിക്കുകയും അങ്ങനെ ആളുകളെ അവരെ സ്വാധീനിക്കുകയും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്തുമായിട്ടുള്ള എൻ്റെ സംസാരത്തിൽ നമ്മൾ യൂറോപ്പിലോ അതല്ലെങ്കിൽ ആഫ്രിക്കയിലോ അങ്ങനെ വിദൂര ദേശങ്ങളിൽ ഉള്ള ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൊക്കെ ഇടുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയാനായിട്ട് യാതൊരു മാർഗവുമില്ല. എന്നാൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അത് ശരിയാണ്, അതിലൊരു വ്യാജവും ഇല്ല എന്ന് ചിന്തിക്കുന്നതായ ഒരു അന്ധമായ വിശ്വാസം, കാണുന്നതും കേൾക്കുന്നതുമെല്ലാം പൂർണ്ണമായി, അല്ലെങ്കിൽ ആളുകൾ പറയുന്നതെല്ലാം പൂർണ്ണമായി ശരിയാണ് എന്നുള്ള ഒരു അന്ധമായ വിശ്വാസം ആളുകൾ പുലർത്തുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ,
സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ ശരിയേക്കാൾ ഏറെ വ്യാജമാണ് ഇന്ന് ലോകത്ത് പ്രചരിച്ചിരിക്കുന്നത്. ഇത് പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന, പിശാചിന്റെ കീഴിൽ കിടക്കുന്ന ഒരു സംവിധാനമാണ് ഇന്നത്തെ ഈ ലോകം എന്ന് പറയുന്നത്. നമുക്കതറിയാമല്ലോ. അപ്പോൾ അവിടെ വ്യാപരിക്കുന്ന, അവിടെ പ്രസിദ്ധി കിട്ടുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഒരു വലിയ വ്യാജത്തിൻ്റെ കാര്യങ്ങൾ ആണ് ബഹുഭൂരിപക്ഷവും, അല്ലെങ്കിൽ കൂടുതലും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആളുകൾ പറയുന്ന പുറമേ നിന്ന് ആളുകൾ അവരുടെ ചില പ്രസംഗങ്ങളോ അവരുടെ ചില വാക്കുകളോ ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതിൽ അവരെ ആ വാക്കുകൾ വെച്ച് നമ്മൾ അവരെ വിലയിരുത്താനായിട്ട് ശ്രമിക്കുകയും അവരിൽ നമ്മൾ ആകർഷിക്കപ്പെട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാധ്യതയുണ്ട്. അങ്ങനെ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ആകർഷിച്ച് അതിലൂടെ ഒരു മൈലേജ് എടുക്കുക എന്നുള്ളതാണ്, അതിലൂടെ ഒരു ലാഭം കൊയ്യുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകളുടെ ലക്ഷ്യം. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഒരു പ്രാസംഗികൻ വളരെയേറെ സന്ദേശങ്ങളുമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ആവറേജ് മനുഷ്യൻ അതിനെക്കുറിച്ച്, ഒരു ആവറേജ് വിശ്വാസി അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന അദ്ദേഹത്തെ ഒരു വലിയ ഭക്തനും ദൈവവുമായിട്ട് വളരെ അടുപ്പമുള്ള ആള് എന്നുള്ള നിലയിലൊക്കെയുമാണ്. എന്നാൽ അദ്ദേഹത്തെ വളരെ അടുത്ത് അറിഞ്ഞതായ ആളുകൾ, സഭയിലും ഉള്ളതും ഒക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ അവരെക്കുറിച്ച് മനസ്സിലാക്കി പിന്നീട് പുറത്തു വന്നതായിട്ടുള്ള കാര്യങ്ങൾ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ഒന്ന്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന തലവും അദ്ദേഹം പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനെക്കുറിച്ച് ചോദിച്ചതായിട്ട് ചിലരോടൊക്കെ അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത്, ഞാനൊരു ഉപദേഷ്ടാവാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, എൻ്റെ ജീവിതത്തെ നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞതായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ സൂക്ഷ്മം വീക്ഷിച്ചാൽ അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്യുന്ന, അദ്ദേഹത്തെ പുകഴ്ത്തുന്ന, അദ്ദേഹത്തെ ഉന്നത സ്ഥാനത്ത് അദ്ദേഹം തന്നെ ചിത്രീകരിച്ച് ഒരു പരിപാടിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയതായിട്ടുള്ള ആളുകൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഈ ലോകത്തിൽ പ്രചരിക്കുന്നതായ പ്രത്യേകിച്ച് ധാരാളം പ്രശസ്തിയുള്ളതും ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെയുള്ള പല ക്ലാസ്സുകളും പ്രസംഗങ്ങളും ഒക്കെ അത് ശരിയല്ലാത്ത കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ പഠിക്കുകയുണ്ടായി, ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ള ആ ഒരു വിഷയത്തെ സംബന്ധിച്ച്. ക്രൂശിലൂടെ അല്ലാതെ ഒരു ക്രിസ്തീയ ജീവിതമില്ല. ആ ക്രൂശിൻ്റെ ശത്രുക്കളായിട്ട് ഉള്ള ഒരു പ്രവർത്തനവും ജീവിതവും പ്രസംഗവും ഒക്കെയാണ് ഇന്ന് ക്രിസ്തീയ ലോകത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. അതിനാൽ നാം ആരും അതിനാൽ വശീകരിക്കപ്പെടുവാനോ അറിയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും അറിയില്ലാത്ത ആളുകളെക്കുറിച്ചും നാം അങ്ങനെ ശരിയാണ്, അവർ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യവും ഇല്ല. പലപ്പോഴും പല ആളുകളും ചില ആളുകളുടെ പ്രസംഗങ്ങളെക്കുറിച്ചൊക്കെ വളരെ നല്ല അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആളുകളുടെ പ്രസംഗങ്ങൾ അത് നല്ലതാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനത് ശ്രദ്ധിച്ച് ഒരു 15 മിനിറ്റ് നാം കേൾക്കുമ്പോൾ തന്നെ അവരുടെ അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസത്തിൽ പോലും അവർ ഉറച്ചവരല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം അങ്ങനെയുള്ള ആളുകളെ നാം സമീപിക്കേണ്ടത്. ഈ തെറ്റായിട്ടുള്ള, കാരണം പിശാച് ദൈവസഭയെ തകർക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഇതുപോലെയുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളെ ചില ആളുകളിലൂടെ സഭയ്ക്ക് അകത്തേക്ക് കടത്തിവിടുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ ആരും അതിനൊരു മുഖാന്തരമായി തീരുവാനായിട്ട് പാടില്ല. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ നാം അതിനെ നിന്നുകൊടുക്കുവാനോ ഒന്നും പാടില്ല. മറിച്ച് സഭയായി ഒറ്റക്കെട്ടായി ഏകാഭിപ്രായത്തിൽ ഏകമനസ്സിൽ നാം ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്.
അപ്പോൾ ഈ ലേഖനത്തിൽ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് ഈ ലേഖനത്തിൻ്റെ ഒരു പൊതുവായ വിഷയം എന്ന് പറയുന്നത്, ഈ ലേഖനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഔന്നത്യം എന്നുള്ള കാര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ്. കർത്താവ് മതിയായവനാണ്, കർത്താവാണ് ഏറ്റവും വലിയവൻ എന്നുള്ളതായ ഒരു ചിന്തയാണ് ഈ ഒരു ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് ശ്രമിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ നോക്കിയാൽ കർത്താവിനെ കുറിച്ച് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. നമ്മളത് 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. പിന്നെ സർവ സൃഷ്ടിക്കും ആദിജാതനാണ്, സകലത്തിനും ആധാരമായിരിക്കുന്നു, ശരീരത്തിൻ്റെ തലയാണ്, പിതാവിനോട് നിരപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ ആശ്രയിക്കാവുന്ന, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരാൾ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇല്ല എന്നുള്ളൊരു കാര്യം ഈ കൊലോസ്യയിലെ സഭയിലെ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ലേഖനത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് ധാരാളം പ്രായോഗിക കാര്യങ്ങളും എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് നമുക്ക് വലിയവനാണ്, കർത്താവാണ് ഏറ്റവും സുപ്രീം, അവനിലാണ് നമ്മുടെ ജീവനവും ജീവിതവും. അതല്ലാതെ മറ്റ് യാതൊരു വക പാരമ്പര്യങ്ങളോ തത്വശാസ്ത്രങ്ങളോ ഒന്നും നമുക്ക് വിശ്വസിക്കാവുന്നതല്ല, അതിലൊന്നും പ്രസക്തിയുമില്ല ഈ ഒരു ജീവിതത്തിൽ. അതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കണം. ക്രിസ്തുവിൽ തന്നെ നാം വേരൂന്നി വളരണം. 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നിറപ്പിൻ, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വരിപ്പിൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നി ആത്മീയ വർധന പ്രാപിക്കണം, അതല്ലാതെ മറ്റൊന്നുമില്ല. അതുപോലെ തന്നെ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതുമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ ചിന്തിപ്പിൻ എന്നാണ്. അപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കുക, അതുപോലെ തന്നെ ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിട്ട് ജീവിക്കുക, ഇത് രണ്ടുമാണ് ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയതയുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിന് കാരണം എന്ന് പറയുന്നത് ക്രിസ്തു ഏറ്റവും ഉന്നതനാണ്, ക്രിസ്തുവിനോട് താരതമ്യം ചെയ്യാനായിട്ട് മറ്റൊന്നുമില്ല, മറ്റാരുമില്ല. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്, അവനിലാണ് നമ്മുടെ എല്ലാ ആത്മീക നന്മകളും. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ ഈ സഭയോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് വാക്യപ്രതി വാക്യമായി കുറച്ചുകൂടി ആഴത്തിൽ ഈ ലേഖനത്തെ പഠിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഇന്ന് ആമുഖമായി ഇത്രയും കാര്യങ്ങൾ നാം പറഞ്ഞു എന്ന് മാത്രം. ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശം, അതിൻ്റെ പശ്ചാത്തലം, എഴുതിയ ആളുകൾ, ഈ സഭയുടെ സ്ഥാപകൻ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാം പഠിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളതായിട്ടുള്ള ആളുകൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവരുടേതെല്ലാം പഴയ എല്ലാ മട്ടുകളും കളഞ്ഞാൽ മാത്രമേ പുതിയത് സ്വീകരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ പശ്ചാത്തലം ഏതുമായിക്കൊള്ളട്ടെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഏതുമായിക്കൊള്ളട്ടെ, അതെല്ലാം വിട്ട് കൃത്യമായും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ടുള്ള താല്പര്യവും സമർപ്പണവുമാണ് നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.